ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു. എൻ്റെ പേര് റവറൻ TC തോമസ് ഷൈൻ. ഞാനിപ്പോൾ CSI ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ബദനി CSI ചാവടുമുക്ക് സഭയിലെ ശുശ്രൂഷകനായിട്ട് സേവനം ചെയ്യുന്നു. ഏതൊരു വ്യക്തിയുടെയും സഭാ ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ദൈവവിളി എന്ന ജീവിതാനുഭവത്തിലൂടെയാണ്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും ഞാനൊരു വൈദികനാകാൻ ആഗ്രഹിച്ചത് ദൈവവിളി എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവിളി എന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അതോടൊപ്പം തന്നെ ശുശ്രൂഷാ മേഖലയിലും മറ്റ് ജീവിത സാഹചര്യങ്ങളുമെല്ലാം എല്ലാ കാലത്തും ഇപ്പോഴും എന്നെ ശക്തിപ്പെടുത്തുന്നതും ദൈവവിളി എന്ന ജീവിതാനുഭവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. എൻ്റെ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടുന്നതായിരുന്നു എൻ്റെ ഭവനം എന്ന് പറയുന്നത്. മാതാപിതാക്കൾ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ എന്നെ ക്രിസ്തീയ വിശ്വാസത്തിലാണ് വളർത്തിയത് എന്നുള്ളത് ഏറെ സന്തോഷകരമായ വസ്തുതയാണ്. CSI ചാണി ഇടവകയാണ് എൻ്റെ മാതൃസഭ. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ അമ്മയുടെ വാക്കുകൾ യേശു കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് എന്നെ സഹായിച്ചു. അതായത് മുൻകാലങ്ങളിൽ ദൈവം അവരെ നടത്തിയ വിധങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ വളരെ ചെറുപ്പകാലത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിലെ ഓരോ അംഗങ്ങളുടെയും ജീവിതത്തിൽ വലിയവനാണ് എന്ന ഉറപ്പായ അനുഭവം ചെറുപ്പത്തിൽ കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത്. അത് പിൽക്കാലത്ത് എൻ്റെ വിശ്വാസ ജീവിതം ഉറയ്ക്കുന്നതിന്, ക്രിസ്തുവിലുള്ള വിശ്വാസം ദൃഢപ്പെടുന്നതിന് കാരണമായി തീർന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മാതൃസഭയായ ചാണി CSI സഭയുടെ പ്രവർത്തനങ്ങൾ, ആരാധനകൾ എല്ലാം തന്നെ എനിക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികർ, അച്ഛന്മാർ, അവരുടെ വാക്കുകൾ, അവരുടെ ജീവിതമെല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എന്നെ യേശു കർത്താവിൽ ഉറപ്പിക്കുന്നതിന് സഹായിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന്, ഭവനത്തിൻ്റെ അന്തരീക്ഷം, ദേവാലയം, സഭയിലെ ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ, മാതാപിതാക്കൾ വളരെ സജീവമായി ആലയത്തിലെ ആരാധനകളിലും പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിരുന്നു. അങ്ങനെ ലഭിച്ച പ്രോത്സാഹനം. അതോടൊപ്പം തന്നെ സഭയിലെ സൺഡേ സ്കൂൾ, ബാലജന സഖ്യം, വെക്കേഷൻ ബൈബിൾ സ്കൂൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തിലെ കാഞ്ഞിരംകുളം ഐക്യ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ അത് ഓരോ വർഷവും ഒരാഴ്ചക്കാലം നടക്കുന്ന ഒരു വചന പ്രഘോഷണ പരമ്പരയാണ്. അവിടെ നിന്ന് ലഭിച്ച പ്രചോദനവും അവിടെ നിന്ന് ലഭിച്ച വചനത്തിലൂടെയുള്ള ദൃഢതയും പ്രോത്സാഹനവുമെല്ലാം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വളരെയധികം പ്രോത്സാഹനം ചെലുത്തി, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസ ജീവിതം കർത്താവിൽ ദൃഢപ്പെടുന്നതിന് കാരണമായി തീർന്നു എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇങ്ങനെ വളർന്നു വരുമ്പോൾ തന്നെ ഈ ദൈവവിശ്വാസത്തിൽ ബലപ്പെടുന്നതിനുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളുമെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠനത്തോടടുക്കുമ്പോഴാണ് ഭാവിയിൽ എന്തായി തീരണം, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പലരും എന്നോട് ചോദിക്കുക പതിവാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിലും എന്തായി തീരണം എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായ, അല്ലെങ്കിൽ വളരെ ഗൗരവമായ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. എന്നാൽ പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുക്കുന്നതിന് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും എൻ്റെ ആ ചെറുപ്രായത്തിൽ എൻ്റെ മനസ്സിലുണ്ടായ ചിന്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കണം. അതോടൊപ്പം തന്നെ യേശു കർത്താവിനെ കഴിയുന്നിടത്തോളം മറ്റുള്ളവരോട് പറയണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ വേല ഒരു പാർട്ട് ടൈം, അല്ലെങ്കിൽ ഭാഗികമായി ജീവിതത്തിൽ ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തിലെ ആഗ്രഹം. എൻ്റെ മാതാപിതാക്കളുടെ താല്പര്യവും അതുതന്നെയായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക മേഖലയോടൊപ്പം ഏതെങ്കിലും തരത്തിൽ, സഭയിലോ മറ്റേതെങ്കിലും തരത്തിൽ
യേശു കർത്താവിൻ്റെ വേല ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ താല്പര്യവും. അങ്ങനെ ഉള്ള ഒരു ചിന്തയിലാണ് ഞാൻ വളർന്നു വന്നത്. പ്രീ ഡിഗ്രി പഠന സമയമായി. ആ സമയത്തിൽ ഞാൻ ഭാവിയിൽ എന്തായി തീരണമെന്നതിനെക്കുറിച്ചൊക്കെ വളരെ വീണ്ടും ചിന്തിച്ചു കൊണ്ടിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അതായത് ഭാഗികമായി കർത്താവിൻ്റെ വേല ചെയ്യണം, മറ്റ് തൊഴിൽ സ്വീകരിക്കണം, ഇങ്ങനെ ഒരു തീരുമാനം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അതിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം അതിൽ അങ്ങനെ അത്രത്തോളം ഒന്നും ഉറയ്ക്കാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെ പല ചിന്തകളോടുകൂടെ വ്യക്തമായ ഒരു ലക്ഷ്യം മനസ്സിൽ രൂപീകരിക്കാൻ സാധിക്കാതെയാണ് ഞാൻ പ്രീ ഡിഗ്രി പഠനത്തിൽ ഏർപ്പെട്ടിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ദേവാലയത്തിലെ സഭാദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന, ചില മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു പ്രാർത്ഥനാ യോഗം ഉണ്ടായിരുന്നു. വളരെയധികം ആൾക്കാർ പങ്കെടുത്തു. സഭയിലെ ശുശ്രൂഷകനും അച്ഛനും മറ്റ് പുറത്തു നിന്നുള്ള പ്രസംഗകരുമെല്ലാം ആ പ്രാർത്ഥന യോഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അനേകം ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. അതായത് സഭയിലെ ആവശ്യങ്ങൾ, രോഗങ്ങളിലിരിക്കുന്നവർ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് ഓരോ ഗ്രൂപ്പായിട്ട് വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. വളരെയധികം ആത്മീകമായ അല്ലെങ്കിൽ ആത്മാവിൻ്റെ കൃപ നിറഞ്ഞ ഒരു പ്രാർത്ഥനായോഗമായിരുന്നു അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ സ്വന്തം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രധാനമായിട്ടും ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം ഒന്ന് കാണിച്ചു തരണമെന്നാണ്. അതായത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് യേശു കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് അത് വെളിപ്പെടുത്തി തരണമെന്നതായിരുന്നു ആ പ്രാർത്ഥനയിലും ഞാൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത്. അങ്ങനെ കുറേയധികം സമയം മുന്നോട്ട് പോയപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ചിന്ത രൂപപ്പെടാനായിട്ടിടയായിത്തീർന്നത്. അതായത് യേശു കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അപ്പോൾ മനസ്സിലുണ്ടായ അല്ലെങ്കിൽ മനസ്സിൽ ഞാൻ തന്നെ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ആത്യന്തികമായിട്ട് യേശു കർത്താവ് എനിക്ക് നൽകിയത് രക്ഷയാണ്, പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്, ആത്യന്തികമായി നിത്യജീവൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ ജീവിതം നൽകിയത്. പാപം ക്ഷമിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശ് യാഗമായി തീർന്നു. അതിലൂടെ ലഭിച്ച രക്ഷയാണ് ആത്യന്തികമായി ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മനസ്സിലുണ്ടായ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്ത കർത്താവിന് വേണ്ടി നീ എന്താണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഈ ഒരു ചോദ്യവും ഉത്തരവും ഇങ്ങനെ അല്പസമയം മനസ്സിലുണ്ടായി എന്നാണ് ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നത്. അതിങ്ങനെ തുടർന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും എനിക്കൊരു ജോലി കർത്താവ് അവിടെ തരണം, അതോടൊപ്പം തന്നെ ഞാൻ അങ്ങയുടെ വേല ചെയ്യാം. അങ്ങനെ ഉള്ള കർത്താവിനോടുള്ള ആ ഒരു സംഭാഷണത്തിൽ മനസ്സിൽ നിന്ന് വരുന്ന ആ ചിന്തകളുടെ മധ്യത്തിലാണ് യേശു കർത്താവിനോട് പറഞ്ഞത്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് പൂർണ്ണസമയം ഒരു ശുശ്രൂഷകനായി തീരണം, സഭയിലെ ശുശ്രൂഷകനായി തീരണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കർത്താവ് നൽകി. അത് ആദ്യമൊന്നും എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. ഇത് എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു. അതായത് ആ പ്രാർത്ഥന ഇങ്ങനെ തുടരുമ്പോൾ തന്നെ ഈ ചിന്ത ഇങ്ങനെ ശക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ കർത്താവിൻ്റെ ഹിതം അതാണെങ്കിൽ ഞാനത് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായി. പ്രാർത്ഥനയെല്ലാം അവസാനിച്ചു. അങ്ങനെ ആ ആരാധന തീരുകയുണ്ടായി. എൻ്റെ മനസ്സിലുണ്ടായ ഈ ഒരു അനുഭവം, അതായത് യേശു കർത്താവിൽ നിന്ന് വ്യക്തമായി ലഭിച്ച ഒരു നിർദ്ദേശം, എനിക്ക് ഉടൻ തന്നെ ഒന്നും ആരോടും പറയാനോ ഒന്നും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെയധികം ഭയമുണ്ടായിരുന്നു. കാരണം ഒരു വൈദികനായി തീരുക എന്ന് പറയുന്നത് വളരെ ഭയത്തോടു കൂടെയാണ് ഞാൻ ആ സമയത്തെല്ലാം കണ്ടിരുന്നത്. അതായത് അത് എനിക്ക് സാധിക്കുകയില്ല, അയോഗ്യനാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ചിന്തകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുമ്പോൾ തന്നെ ഡിഗ്രി പഠനത്തിന് ഞാൻ ചേർന്നു. ഡിഗ്രി പഠനത്തിൻ്റെ 2ാമത്തെ വർഷം അവസാനമാകുന്ന സമയത്താണ് ഞാൻ
എൻ്റെ മനസ്സിൽ ദൈവം നൽകിയ ഒരു ആലോചന ഞാൻ മാതാപിതാക്കളോട് പറയുന്നതും ഇങ്ങനെ ഒരു ചിന്ത ദൈവം നൽകിയിട്ടുണ്ട്. വളരെ അനുകൂലമായിട്ട് അവർ പ്രതികരിച്ചും വളരെ പ്രോത്സാഹനം നൽകി പ്രാർത്ഥിച്ചു. ഈ വേല ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് എനിക്ക് പ്രോത്സാഹനം നൽകി. മറ്റുള്ളവരോട് പറയുന്നതിന് സഭയിലുള്ള സൺഡേ സ്കൂൾ അധ്യാപകനോട് കൂട്ടുകാരോട് പറയുന്നതിന് എനിക്ക് വളരെയധികം മടിയുണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞാൻ ആരോടും പറയാതെ തന്നെ ഞാൻ പങ്കെടുത്തിരുന്ന സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ച സൺഡേ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകൻ്റെ വാക്കുകൾ വളരെ എന്നെ പ്രോത്സാഹനം നൽകി. അദ്ദേഹം ഇങ്ങനെ പല ക്ലാസ്സുകളിലും പറയുമായിരുന്നു, ആരോടൊന്നില്ലാതെ പറയുന്നതാണ് കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജോലിയാണ്. കർത്താവിനെ സേവിക്കുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജോലി. അദ്ദേഹം വീണ്ടും ഇങ്ങനെ പറയുമായിരുന്നു, ഒരുപക്ഷെ നിങ്ങളിൽ പലരെയും ദൈവം വിളിച്ചിരിക്കാം. അതേ ഒരു കാര്യം കൂടെ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിലും ദൈവമെല്ലാം കരുതിക്കൊള്ളും. അതുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിലോട്ട് മുന്നോട്ട് വരുന്നത് നല്ലതാണ് എന്ന് പല ക്ലാസ്സുകളിലും അദ്ദേഹം പൊതുവായി പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. ഇതെല്ലാം എൻ്റെ ദൈവവിളിയിൽ ഉറയ്ക്കുന്നതിന് കാരണമായി തീർന്നു എന്നത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ എൻ്റെ ഡിഗ്രി പഠനം പൂർത്തിയായി ഞാൻ ആ ദൈവവിളിയിൽ ഉറച്ചു പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ വേല ചെയ്യണം, ഒരു പൂർണ്ണസമയ ശുശ്രൂഷകനായി തീരണമെന്നുള്ള ആ തീരുമാനത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ തീരുമാനമെടുക്കുന്നതിന് സാധിച്ചു. ഡിഗ്രി പഠനത്തിന് ശേഷം 1998 ചെമ്പൂർ ഡിസ്ട്രിക്റ്റിലെ ചിലവൂർ എന്ന് പറയുന്ന സഭയിൽ ഞാൻ ശുശ്രൂഷകനായി തീർന്നു. അതിനുശേഷം ചൊവ്വര CSI സഭയിൽ ശുശ്രൂഷകനായിരുന്നു. 2 സഭകളിലെയും 3 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 2001 കണ്ണമൂല ഐക്യ വൈദിക സെമിനാരിയിൽ BD വിദ്യാഭ്യാസത്തിന് ചേർന്നു. 2005 വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം നിറമൺകര സഭയിലും പേയാട് ഡിസ്ട്രിക്റ്റിലെ മൈലാടി സഭയിലും ശുശ്രൂഷകനായി സേവനം ചെയ്തു. തുടർന്ന് 2008-2010 കാലഘട്ടത്തിൽ കോട്ടയം FFRRCയിൽ നിന്നും MDH ബിരുദം നേടി. അതിനുശേഷം 2010 MDH ബിരുദം നേടിയതിന് ശേഷം CSI നാഗപുരം, പലാന്തോട്ടം, മേവല്ലൂർ എന്നീ സഭകളിൽ ശുശ്രൂഷ ചെയ്തു. 2001-2005 കാലഘട്ടത്തിൽ കണ്ണമൂല ഐക്യ വൈദിക സെമിനാരിയിൽ BD വിദ്യാഭ്യാസത്തിലായിരിക്കുമ്പോൾ തിരുപുറം, നെയ്യാറ്റിൻകര, നാഗപുരം എന്നീ സഭകളിൽ പ്രായോഗിക പരിശീലനത്തിനായിട്ട് കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ CSI ബഥനി ചാവടിമുക്ക് സഭയിലെ ശുശ്രൂഷകനായിട്ട് സേവനം ചെയ്യുകയാണ്. ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ജീവിതത്തിൽ കർത്താവിൻ്റെ വിളി കേട്ട് ഒരു സഭയിലെ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന ഈ നാളുകളിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, സഭയിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം എന്നെ ശക്തീകരിക്കുന്നത് ഈ ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ വിളിച്ചു എന്ന ഉറപ്പാണ്. എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന് സകലതും സാധ്യമാകുന്നു എന്ന ജീവിതാനുഭവം കൊണ്ട് തന്നെയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ആത്യന്തികമായി ദൈവിക സത്യവും ദൈവിക നീതിയും ഏതൊരു പ്രശ്നങ്ങളുടെ മുന്നിൽ നടപ്പിൽ വരുമെന്നുള്ളതാണ്. നാം കാത്തിരിക്കുക. അതായത് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമുക്കെതിരായി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവർക്കെതിരായി നമ്മൾ പകരത്തിന് പകരം ചെയ്യുക എന്നതിലല്ല, ആത്യന്തികമായി ദൈവത്തിൻ്റെ നീതിയും ദൈവിക സത്യവും ഏതൊരു കാര്യത്തിലും നിറവേറപ്പെടും. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അത് എൻ്റെ ജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും എനിക്ക്
വാസ്തവമായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അനവധിയാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നൽകുന്നു, സ്വർഗീയ പിതാവ് നൽകുന്നു. അപ്പോൾ ആവശ്യമുള്ളത് എൻ്റെ ജീവിതത്തിൽ ദൈവം കാലാകാലങ്ങളിൽ നൽകും എന്ന ഉറപ്പും എനിക്ക് പറയാനായിട്ടുണ്ട്. യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ആവശ്യമുള്ളത് സ്വർഗീയ പിതാവ് യാചിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് നൽകും. ആ ഉറപ്പാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ഹൃദയനുറുക്കത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സ് തകർന്നു പോകുന്ന അനുഭവത്തോടുകൂടെ ദൈവത്തോട് നിലവിളിച്ച സന്ദർഭങ്ങളിലെല്ലാം കർത്താവ് പ്രാർത്ഥന കേട്ടു എന്നുള്ളതും എൻ്റെ ജീവിത അനുഭവമാണ്. ഹൃദയം നുറുങ്ങിയവർക്കും മനസ്സ് തകർന്നവർക്കും ദൈവം സമീപസ്ഥനാണ്. ജീവിതത്തിൻ്റെ ആപൽക്കരമായ അല്ലെങ്കിൽ മരണത്തെയൊക്കെ മുഖാമുഖമായി കാണുന്ന സംഭവങ്ങൾ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഒക്കെ ജീവിതത്തിലുണ്ടായി. 2009 ഒരു അപകടത്തിലൂടെ ഞാൻ കടന്നു പോകാനായിട്ടിടയായി. ഒരു ബസ്സിൽ കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ എൻ്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാകാം ബസ് മുന്നോട്ടെടുക്കുന്ന സമയമായിരുന്നു. ബസ്സിൻ്റെ ഫുട്ബോർഡിൽ ഞാനായിപ്പോയി, മുകളിലോട്ട് കയറാനായിട്ട് പറ്റില്ല, പുറകോട്ട് വീഴുന്ന സാഹചര്യം ഉണ്ടായി. ആ വീഴ്ചയിൽ വീഴുന്നതിന് മുൻപ് ഞാൻ മനസ്സിലാക്കിയും അതേ ബസ്സിൻ്റെ ഇടത് ഭാഗത്തൂടെ മറ്റൊരു ബസ്സും വരുന്നുണ്ട്. ഞാൻ റോഡിൽ വീണുപോയാൽ തീർച്ചയായിട്ടും മരണം സംഭവിക്കും, മരണപ്പെട്ടു പോകുമെന്ന ഒരു ചിന്ത ചില സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ആ സെക്കൻഡുകൾക്കിടയിൽ എൻ്റെ മനസ്സിലുണ്ടായ പ്രാർത്ഥന, ദൈവമേ രക്ഷിക്കണമേ, വീണു പോകാതെ റോഡിൽ നിൽക്കാനായിട്ട് സാധിക്കണമേ. അങ്ങനെ ആ ബസ്സിൽ നിന്ന് ഞാൻ താഴെ വീണു, കൈക്ക് പൊട്ടലുണ്ടായി. പക്ഷേ ആരോ എന്നെ എടുത്തു നിർത്തുന്നത് പോലെ ഞാൻ 2 ബസ്സിൻ്റെയും മധ്യത്തിൽ സുരക്ഷിതമായിട്ട് 2 ബസ്സും നിർത്തി. പക്ഷേ വീണില്ല. ബസ് അല്പം മുന്നോട്ട് പോയി, ബസ് നിന്നും, വീണാതെ ഞാൻ നിന്നു. അതുകൊണ്ട് കൈക്കുണ്ടായ ഒരു പരിക്ക് മാത്രം ഉണ്ടായി, അത് പിന്നീട് പരിഹരിക്കപ്പെട്ടു. എന്നാൽ ചില നിമിഷങ്ങൾ മരണത്തെ മുഖാമുഖമായി കണ്ടു. അങ്ങനെയുള്ള സെക്കൻഡുകൾക്കിടയിൽ നിന്നും ജീവിതത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു എന്നാണ് ഞാൻ ആ സംഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്. എൻ്റെ ഭാര്യയുടെ ജീവിതത്തിലും അതുപോലെ മരണകരമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി. 2ാമത്തെ മകൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അതികഠിനമായ പനി ബാധിച്ചു വൈഫിന്. 15ലധികം ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. ഒടുവിൽ അബോധാവസ്ഥയിലായി. എത്രത്തോളം മരുന്നുകൾ ചെയ്തിട്ടും അതിനൊരു ഫലവും കണ്ടില്ല. ശക്തമായ പനി തുടർന്നുകൊണ്ടേയിരുന്നു. പലവിധ മരുന്നുകൾ മാറി മാറി ചെയ്തിട്ടും എന്ത് പനിയാണെന്ന് പോലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ഒടുവിൽ അബോധാവസ്ഥയിലായി. അങ്ങനെ വളരെ ICUവിലും ക്രിട്ടിക്കലായ സ്റ്റേജിലുമൊക്കെയാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന സഭയിലെയും മറ്റ് സഭകളിലെയും വിശ്വാസികളും കുടുംബാംഗങ്ങളും പ്രാർത്ഥനയോഗങ്ങളിലും ആരാധനകളിലും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അത്ഭുതകരമായി പൂർണ്ണ സൗഖ്യത്തോടുകൂടെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് ദൈവം ഓർമ്മപ്പെടുത്തി തരുന്നത്, ഇതെല്ലാം ഈ സാഹചര്യങ്ങളെല്ലാം വളരെ ഹൃദയനുറുക്കത്തോടുകൂടെ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ദൈവവിളി കേട്ട് സഭാശുശ്രൂഷയിലേക്ക് വന്ന് വൈദികനായി തീർന്നത് എന്തുകൊണ്ടും ജീവിതത്തിൽ ദൈവം നൽകിയ ചിന്തയാണ്, തീരുമാനമാണ്, ദൈവവിളിയുടെ അടിസ്ഥാനമാണ് എന്ന് എനിക്ക് സന്തോഷത്തോടെ പറയുവാനായിട്ട് സാധിക്കും. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. എബിൻ തോമസ് 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയ മകൻ ഫെബിൻ തോമസ് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അങ്ങനെയാണ്, ഇത്രയും പേരാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരെയും, ഞങ്ങളുടെ 4 പേരെയും സന്തോഷത്തോടുകൂടെ ദൈവം പരിപാലിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവം സമീപസ്ഥനാണ് എന്നുള്ള ഉറപ്പ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷമതകൾ വരുമ്പോൾ
ഞാൻ ചിന്തിക്കുന്നത് വളരെ ചെറുപ്പകാലത്ത് എനിക്ക് ലഭിച്ച ദൈവവിളിയാണ്. അതിൽ ആശ്രയിച്ചാണ് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുന്നത് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വൈദിക ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നല്ലതും മോശവുമായ ഒത്തിരി പരാമർശങ്ങളാണ് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ ഉയർന്നു കേൾക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും കൂടുതലും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് സെക്കുലർ ഫീൽഡിലും സഭ തലത്തിൽ നിന്നുമൊക്കെ നമ്മൾ കേൾക്കാനായിട്ടിടയായിത്തീരുന്നതും. അതായത് വൈദികർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞവരാണ് എന്ന ഒരു ചിന്ത നവമാധ്യമങ്ങളിലൂടെയൊക്കെ പലപ്പോഴും പ്രചരിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആത്മവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലും വൈദികൻ എന്നുള്ള നിലയിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ദൈവം എന്നെ വിളിച്ചു എന്ന ഉറപ്പ് തന്നെയാണ്. ഈ കാലഘട്ടത്തിലും ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുന്നു. അത് എല്ലാ കാലവും തുടരുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടും സഭയിൽ വ്യക്തികളെ, സഭാവിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നയിക്കുന്ന ഇടയപരിപാലന ശുശ്രൂഷ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ദൈവിക പ്രവർത്തനമാണ് എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ആ വലിയ ശുശ്രൂഷയിലേക്ക് വലിയ ഇടയനായ കർത്താവ് എന്നെ വിളിച്ചത് ഏറ്റവും ഭാഗ്യമായും യേശു കർത്താവിൻ്റെ കൃപയായിട്ടും ഞാൻ അനുഭവിച്ചറിയുന്നു. അത് വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട് എന്ന ഉറപ്പായ വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.